ഈ കേസ് സത്യം നയിച്ചു എന്ന് മാത്രമല്ല, സത്യം ഒരു ഗാർഡിയൻ ഏഞ്ചലെ പോലെ ഈ കേസ് കൊണ്ടു നടന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ആരുടെയെങ്കിലുമൊക്കെ രൂപത്തിൽ, അങ്ങനെ സത്യം മറ്റൊരു രൂപത്തിൽ എൻ്റെ മുന്നിൽ അവതരിച്ചതാണ് താങ്കൾ. ഞാൻ അങ്ങനെയാണ് അത് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഒന്നോ രണ്ടോ തവണ സർവീസിലിരിക്കുന്ന കാലത്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല. കറക്റ്റാണ്. മൊത്തം 16 കൊല്ലം ഇത് ഈ കോടതികളിൽ അന്തി ഉറങ്ങി. ഈ ഫയല് ഒന്നും നടന്നിട്ടില്ല. ട്രയൽ നേരാമണ്ണം ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ട് പോലുമില്ല. ചിലപ്പോൾ ഒരു CC നമ്പരോ ഒക്കെ ഉണ്ടായി കാണും. ഹാജരാകാത്ത പ്രതികൾക്ക് ഒരു വാറണ്ട് പോലും അയച്ചു കാണും. ഒരു തവണ പോലും. അതെ. താങ്കളിത് ഫേസ്ബുക്കിൽ ഇടും. ഫേസ്ബുക്കിൽ ഇട്ട ആ വിവരം വായിച്ച ഞാനടക്കമുള്ള ആളുകൾ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് സത്യം. അതൊരു ഒരു 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 വലിയൊരു ഇമ്പാക്റ്റാണ് ഇതിൽ വരുത്തിയത്. ഞാൻ വിചാരിച്ചു ഈ വിധിയോടെ ഈ കേസ് ചിലപ്പോൾ തീർന്നു. പക്ഷെ എന്നാലും തീരുമാനിച്ചു. കാരണം കോടതി അലിഗേഷൻ സീരിയസ് ആണ്. അതുകൊണ്ട് അവിടെ ഞാൻ അതിലേക്ക് വരികയാണ്. കാരണം സത്യം ചലിച്ചത് ആരിലൂടെയാണെന്ന് അറിയാമോ? അതാണ് ഇതിൽ ഏറ്റവും സ്ട്രേഞ്ച്. പ്രതിയിലൂടെ സത്യം ചലിക്കാൻ തുടങ്ങി. ഒന്ന് ആലോചിച്ചു, എന്ത് സ്ട്രേഞ്ചാണ് ഇത്. ക്വാഷ് ചെയ്യപ്പെട്ടത് ജസ്റ്റിഫയബിൾ അല്ല. അതുകൊണ്ട് ഇതിൻ്റെ FIR റെസ്റ്റോർ ചെയ്തിരിക്കുന്നു. നമ്മൾ ഓർക്കേണ്ട കാര്യം, ഇങ്ങനെയൊക്കെ ഒരു കേസ് അവസാനിക്കാൻ സുപ്രീം കോടതിയുടെയൊക്കെ ഇടപെടൽ വേണോ? ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, നമുക്ക് ഇടപെടാൻ അവസരം ഉണ്ടായിരുന്നില്ലെങ്കിൽ ചിലപ്പോൾ അടുത്തത് നെയ്യാറ്റിൻകര കോടതിയിലേക്ക് ഇങ്ങനെ പോകുമായിരുന്നു. അതെ. അല്ല, അതൊന്നും സംഭവിച്ചുകൂടായില്ല. സത്യം ഒരു ഗാർഡിയൻ ഏഞ്ചൽ പോലെ ഈ കേസിനെ കൊണ്ടുപോയി ഇവിടെ എത്തിച്ചു. ഗാർഡിയൻ ഏഞ്ചലിന് പോലും എത്ര പ്രായമായിട്ടുണ്ടാകും? അതെ. ഒരുപാട് പേര് മരിച്ചു പോവുകയും ഇത് ചെയ്തു. പലരുടെയും മെമ്മറിയിൽ നിന്ന് ഇത് പോയി. പക്ഷേ എൻ്റെ മെമ്മറിയിൽ നിന്ന് ഒരിക്കലും ഇത് പോയില്ല. നമ്മൾ സത്യം നയിച്ച 2 സംഭവങ്ങൾ ഞാൻ ഇതിൽ പറഞ്ഞു കഴിഞ്ഞു. ഇനിയാണ് സത്യം നയിച്ച 3ാം സംഭവം. ഇത് ഞാൻ പറയുന്നത്, ഈ കേസ് സത്യം നയിച്ചു എന്ന് മാത്രമല്ല, സത്യം ഒരു ഗാർഡിയൻ ഏഞ്ചലെ പോലെ ഈ കേസ് കൊണ്ടു നടന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ആരുടെയെങ്കിലുമൊക്കെ രൂപത്തിൽ. ഞാൻ പറഞ്ഞു, നേരത്തെ സെൻകുമാർ സാറിൻ്റെ രൂപത്തിൽ വന്നു. മറ്റേത് അതിനു മുമ്പ് അതൊരു മെസ്സേജിൻ്റെ രൂപത്തിൽ, ഇൻ്റർപോളിൻ്റെ രൂപത്തിൽ വന്നു. പിന്നെ അത് കഴിഞ്ഞ് വന്നതാണ് അത് മറ്റൊരു രൂപത്തിൽ. അങ്ങനെ സത്യം മറ്റൊരു രൂപത്തിൽ എൻ്റെ മുന്നിൽ അവതരിച്ചതാണ് താങ്കൾ. ഞാൻ അങ്ങനെയാണ് അത് കൺസിഡർ ചെയ്യുന്നത്. കാര്യം, നമ്മൾ തമ്മിൽ അതിനു മുമ്പ് 1-2 പ്രാവശ്യമൊക്കെ സംസാരിച്ചിട്ടുള്ള അല്ലാതെ ഞാൻ സർവീസിലിരിക്കുന്ന ഇല്ല 1-2 തവണ സർവീസിലിരിക്കുന്ന കാലത്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ഉപകാരം ഉണ്ടായിട്ടില്ല. കറക്റ്റാണ്. അപ്പോൾ അങ്ങനെ സംസാരിച്ചിട്ടുള്ളതല്ലാതെ, അതും ഈ സബ്ജക്റ്റല്ല നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു മറ്റേതോ കാര്യങ്ങൾ ആണ് സംസാരിച്ചിട്ടുള്ളത്. അതും 1-2 പ്രാവശ്യം. അങ്ങനെ ഇരിക്കുകയാണ് താങ്കൾ എൻ്റെ അടുത്തേക്ക് വരുന്നതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ അത്രയ്ക്ക് വലുതായിട്ട് എൻ്റർടൈൻ ചെയ്യാതിരുന്നതുമൊക്കെ. അതിനുശേഷം ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ അവിടെ ഞാനിപ്പോൾ പറയുന്നത്, താങ്കൾ വരാതിരുന്നു എന്ന് താങ്കളൊന്ന് സങ്കല്പിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ വരാതിരുന്ന ഒരു സാഹചര്യത്തിൽ ഈ കേസിന് എന്ത് സംഭവിക്കുമായിരുന്നു? ഞാനത് ആലോചിക്കുന്നുണ്ട്. ഇത് അവിടെ ഇങ്ങനെ കിടക്കും. ഇത് എത്ര വർഷമാണ് കോടതിയിൽ? വഞ്ചൂർ കോടതിയിൽ 8 വർഷം. അപ്പോൾ മൊത്തം 16 കൊല്ലം ഇത് ഈ കോടതികളിൽ അന്തി ഉറങ്ങി. ഈ ഫയല് ഒന്നും നടന്നിട്ടില്ല. ട്രയൽ നേരാമണ്ണം ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ട് പോലുമില്ല. ചിലപ്പോൾ ഒരു CC നമ്പരോ ഒക്കെ ഉണ്ടായി കാണും. ഹാജരാകാത്ത പ്രതികൾക്ക് ഒരു വാറണ്ട് പോലും അയച്ചു കാണും. ഒരു തവണ പോലും. അതെ. ഒന്ന് ആലോചിച്ച് നോക്കൂ. സാധാരണ ഒരു മനുഷ്യനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഈ ഒരു സൗകര്യം കിട്ടുമോ? ഇങ്ങനെ 16 വർഷം ഒരു കേസിനെ നീട്ടിക്കൊണ്ടുപോകാൻ നമുക്കാർക്കെങ്കിലും ആണെങ്കിൽ കഴിയുമോ? നമ്മൾ എന്തൊക്കെ ശ്രമിച്ചാലും നടക്കുമോ? നടക്കില്ല. അതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു കുഴപ്പം. അപ്പോൾ അത് ഇങ്ങനെ ഉറങ്ങിക്കിടന്ന ഈ 16 വർഷത്തെ ഉറക്കത്തുനിന്ന് ഈ കേസിനെ തട്ടി ഉണർത്തണമെങ്കിൽ വീണ്ടും സത്യം ഒരു ഗാർഡിയൻ ഏഞ്ചൽ പോലെ വീണ്ടും വരണം. അതാണ് താങ്കൾ വന്നത്. താങ്കൾ വന്ന് ആ കേസ് ൻ്റെ വിവരങ്ങൾ നമ്മൾ തമ്മിൽ സംസാരിക്കുന്നു. അതിനുശേഷം ജേർണലിസ്റ്റിക്കായ ഒരു അറ്റംപ്റ്റ് മാത്രമായിരുന്നു അത്. അതെ. പക്ഷേ അതിന് ബിയോണ്ടായിട്ട് ഇതിൻ്റെ ഉള്ളറകളിലേക്കുള്ള ഒരു സഞ്ചാരം കൂടായിരുന്നു അത്.
അപ്പോഴാണ് ഇതിന് ഭാവിയിൽ ഈ കേസിൻ്റെ ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ ഈ കേസ് വീണ്ടും മൂവ് ചെയ്യാൻ തുടങ്ങി എന്നെനിക്ക് തോന്നിയത്. ഈ കേസ് വീണ്ടും മൂവ് ചെയ്ത് തുടങ്ങി എന്ന് ഞാൻ പറഞ്ഞത്, അനിൽ ഈ കേസിലെ സംഗതികൾ, ഈ കേസിൻ്റെ കുറിച്ച് അന്വേഷിച്ച് കിട്ടിയ വിവരങ്ങൾ താങ്കളുടെ മാധ്യമ സ്ഥാപനത്തിൽ താങ്കൾ പ്രസൻറ്റ് ചെയ്യുന്നു. അപ്പോൾ അവിടെ അത് അത്ര സ്വീകാര്യമല്ലാതെ വരുന്നു. അതേ തുടർന്ന് താങ്കളിത് ഫേസ്ബുക്കിൽ ഇടുന്നു. ഫേസ്ബുക്കിൽ ഇട്ട ആ വിവരം വായിച്ച ഞാനടക്കമുള്ള ആളുകൾ ഞെട്ടിപ്പോയി എന്നുള്ളതാണ് സത്യം. അതൊരു ഒരു 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 വലിയൊരു ഇമ്പാക്റ്റാണ് ഇതിൽ വരുത്തിയത്. അപ്പോൾ അതേ തുടർന്നാണെന്ന് തോന്നുന്നു ഹൈക്കോർട്ട് നെടുമങ്ങാട് കോടതിയോട് റിപ്പോർട്ട് ആവശ്യം. അത് ഫേസ്ബുക്കിൽ നിന്ന് എടുത്ത് മറ്റു മാധ്യമങ്ങൾ എല്ലാവരും, അതായത് ഞാൻ ജോലി ചെയ്ത സ്ഥാപനം ഒഴികെ ബാക്കി എല്ലാവർക്കും അതിന് ഗ്രാവിറ്റി മനസ്സിലായി. എല്ലാവരും ഏറ്റെടുത്ത് വലിയ ചർച്ചയായി. അങ്ങനെയാണ് മറ്റു മാധ്യമങ്ങളാണ് ഇതിനെ പിന്നീട് അവിടെ നിന്ന് മുന്നോട്ട് നയിച്ചതെന്ന് പറയാം. അപ്പോൾ അവരും സത്യം നയിച്ചു എന്നുള്ളതാണ്. അവർ വഴിയും സത്യം മുന്നോട്ട് പോയി. അപ്പോൾ അങ്ങനെ അത് ഹൈക്കോടതി റിപ്പോർട്ട് ആവശ്യപ്പെടുന്നു. റിപ്പോർട്ട് ആവശ്യപ്പെട്ട ഹൈക്കോടതി ഇതിൽ ആക്ഷൻ എടുത്ത് തുടങ്ങുന്നു എന്ന് മനസ്സിലായ ഉടൻ തന്നെ ശ്രീ ആൻ്റണി രാജു ഒരു കേസുമായിട്ട് ഹൈക്കോടതിയെ സമീപിച്ചു. അതായത് ഈ കേസിൽ പ്രൊസീജിയറൽ ഇറഗുലാരിറ്റി ഉണ്ട്, ഇതിൻ്റെ കൊഗ്നിസൻസ് എടുക്കേണ്ട കോടതി മജിസ്ട്രേറ്റ് കോടതിയായിരുന്നു എന്നുള്ളത് പറഞ്ഞാണ്. തികച്ചും സാങ്കേതികമായ ബോധ്യപ്പെടാൻ 30 വർഷം വേണ്ടി വന്നു. അതെ. പക്ഷേ ഈ 30 വർഷം ആയ സംഗതിയാണെങ്കിലും ഈ ഒരു സമയത്ത് റേസ് ചെയ്തിട്ട് അതിൽ ആ പറഞ്ഞ പോയിൻ്റ് ഒരുപക്ഷെ കോടതിക്ക് അത്രയും ബോധ്യപ്പെട്ട് കാണും. അതുകൊണ്ടാണ് എനിവേ എന്തായാലും ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു ഓർഡർ ഹൈക്കോടതിയിൽ നിന്നുണ്ടായി ഈ കേസിൻ്റെ FIR ക്വാഷ് ചെയ്യുന്നു. അതായത് ശ്രീ ആൻ്റണി രാജു റേസ് ചെയ്ത പോയിൻ്റ് ഒരു പെർട്ടിനൻറ്റ് പോയിൻ്റാണെന്ന് ഹൈക്കോടതിക്ക് തോന്നി അത് ചെയ്യുന്നു. ആ കോടതി വിധികളെ നമ്മൾ എപ്പോഴും സ്വാഗതം ചെയ്യുകയേ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ വിചാരിച്ചു ഈ വിധിയോടെ ഈ കേസ് ചിലപ്പോൾ തീർന്നു. പക്ഷെ എന്നാലും തീരുമായിരുന്നു. കാരണം കോടതി ഇതിലെ അലിഗേഷൻ സീരിയസ് ആണ്. അതുകൊണ്ട് അവിടെ ഞാൻ അതിലേക്ക് വരികയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇത് തീരും. കാര്യം ഇതിനി തിരിച്ച് ഇവിടെ വന്ന് ഇതിൻ്റെ കൊഗ്നിസൻസ് എടുക്കേണ്ട കോടതിയിൽ നിന്ന് വീണ്ടും ഇത് കോടതി വഴി ഇതിന് കൊഗ്നിസൻസ് എടുത്ത് വരിക എന്ന് പറയുന്നത് നിയർലി ഇമ്പോസിബിളാണ്. വൈ? ബിക്കോസ് ഈ കൊഗ്നിസൻസ് എടുക്കേണ്ട കോടതി ഇപ്പം നോൺ എക്സിസ്റ്റൻ്റ് ആണ്. അതെ, ആ കോടതി ഇപ്പോഴില്ല. അപ്പോൾ ആ കോടതി ഇല്ലാത്തയും കൂടെ സാഹചര്യത്തിൽ ഇത് തികച്ചും നടക്കാൻ യാതൊരു സാധ്യതയുമില്ലാത്ത ഒരു സംഗതിയായിട്ട് അവശേഷിക്കുന്ന ഒരു സമയം. പക്ഷേ എങ്കിലും എൻ്റെ ഈ അനുഭവം വെച്ചിട്ട് എൻ്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു, ഇത് ഇവിടം കൊണ്ടും തീരില്ല, ഇതെങ്ങനെയെങ്കിലും ചിലപ്പോൾ അതെങ്ങനെയെന്ന് എനിക്ക് അക്കാലത്തറിയില്ല. അപ്പോഴാണ് ഇതിൽ ഈ നേരത്തെ പറഞ്ഞ ക്വാഷ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവിൻ്റെ താഴെ ഒരു വരിയുണ്ടായിരുന്നു. ഹൗ ദ അലിഗേഷൻസ് എഗെയിൻസ്റ്റ് ദി അക്യൂസ്ഡ് ആർ എക്സ്ട്രീംലി സീരിയസ് ആൻഡ് ദേ നീഡ് ടു ബി ഇൻവെസ്റ്റിഗേറ്റഡ് ഇൻ. അതുകൊണ്ട് അതിന് നടപടിയെടുക്കണം എന്ന് കോടതി പറഞ്ഞിരുന്നു. അപ്പോഴാണ് അവിടെ നിന്നാണ് ഇതിൻ്റെ ഈ സത്യം വീണ്ടും ചലിക്കാൻ തുടങ്ങിയത്. ഈ ഇത്തവണ സത്യം ചലിച്ചത് ആരിലൂടെയാണെന്നറിയാമോ? അതാണ് ഇതിൽ ഏറ്റവും സ്ട്രേഞ്ച്. പ്രതിയിലൂടെ സത്യം ചലിക്കാൻ തുടങ്ങി. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്ത് സ്ട്രേഞ്ചാണ്. പ്രതിയായ ആൻ്റണി രാജു തന്നെ അദ്ദേഹത്തിന് തോന്നുന്നു ഈ താഴെ കിടക്കുന്ന ഈ ഹൗവർ ദ അലിഗേഷൻസ് ആർ സീരിയസ് എന്ന് പറഞ്ഞ ഭാഗം ക്വാഷ് ചെയ്ത് അവിടവും കൂടെ കളഞ്ഞാൽ ഈ കേസ് എന്നേക്കുമായി തീർന്നു. അതിന് അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിക്കുന്നു. നമ്മളാരുമല്ല പോയത്, ഞാനല്ല പോയത്, നിങ്ങളല്ല പോയത്, മറ്റാരുമല്ല പോയത്. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നു ഏതോ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗൻ്റ്, എനിക്ക് അദ്ദേഹത്തെ അറിയത്തുമില്ല. അദ്ദേഹം ആരാണെന്നും എനിക്കറിയില്ല. എനിക്ക് പോകാൻ നിവൃത്തിയില്ലാത്തപ്പോൾ ആണോ? എനിക്കറിയില്ല, ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുമില്ല. അപ്പോൾ അങ്ങനൊരു ആൾ പോവുകയും അദ്ദേഹവും ഇതിൽ കക്ഷി ചേരുന്നതിനെക്കുറിച്ച് അപ്പോൾ 2 ചോദ്യങ്ങളാണെന്ന് തോന്നുന്നു അന്ന് സുപ്രീം കോടതി പരിഗണിച്ചത്. ഒന്ന്, ഇതിൽ പബ്ലിക് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് കണ്ടെത്തി. അദ്ദേഹം അതിന് വളരെ അസന്നിഗ്ധമായിട്ട് പറഞ്ഞു ഇതിൽ പബ്ലിക് ഇൻട്രസ്റ്റ് ഉണ്ട്. 2, ഈ ക്വാഷ് ചെയ്ത നടപടി ശരിയാണോ? അവിടെയാണ് ഇതിൻ്റെ വഴിത്തിരിവ്. അദ്ദേഹം വളരെ സ്പീക്കിംഗ് ആയിട്ടൊരു ഓർഡറിൽ ബഹുമാനപ്പെട്ട ഇന്ത്യയിലെ പരമോന്നത ന്യായപീഠം പറഞ്ഞു, ഇത്
ക്വാഷ് ചെയ്യപ്പെട്ടത് ജസ്റ്റിഫയബിൾ അല്ല, അതുകൊണ്ട് ഇതിൻ്റെ FIR റെസ്റ്റോർ ചെയ്തിരിക്കുന്നു. അങ്ങനെ FIR റെസ്റ്റോർ ചെയ്യുകയും അതുമാത്രമല്ല, എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് തോന്നിയത് 1 വർഷത്തിനകം ഇത് വിചാരണ പൂർത്തിയാക്കണമെന്ന് പറഞ്ഞ് ഇത് സുപ്രീം കോടതി, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇത് മജിസ്ട്രേറ്റ് കോടതിക്ക് നിർദ്ദേശം കൊടുക്കുന്നു. ജസ്റ്റിസ് CT രവികുമാർ മലയാളി, അദ്ദേഹം ഏറ്റവും അവസാനം പറഞ്ഞ ഓർഡറുകളിലൊന്നാണത്. ആണല്ലോ, റിട്ടയർമെന്റ് ശരിയാണ്. പക്ഷേ ഇതിൽ നമ്മൾ ഓർക്കേണ്ട കാര്യം, ഇങ്ങനെയൊക്കെ ഒരു കേസ് അവസാനിക്കാൻ സുപ്രീം കോടതിയുടെയൊക്കെ ഇടപെടൽ വേണോ? ഇതൊക്കെ നാച്ചുറലായിട്ട് തന്നെ സംഭവിക്കേണ്ട കാര്യമല്ലേ? എന്തുകൊണ്ടത് സംഭവിക്കുന്നില്ല? എസ്പെഷ്യലി അതിൽ ഉൾപ്പെട്ടവർ പവർഫുൾ ആവുമ്പോൾ എന്തുകൊണ്ട് നിയമം എഴയുന്നു, സംവിധാനങ്ങൾ എഴയുന്നു? എന്തുകൊണ്ട് ഈവൻ കോടതികളിൽ പോലും ഇത് എഴയുന്നു? അവിശ്വസനീയമായ ഡിലേ അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കുക. 8 കൊല്ലം ഇവിടുത്തെ വഞ്ചിയൂർ കോടതിയിലും 8 കൊല്ലം നെടുമങ്ങാട് കോടതിയിലും. വഞ്ചിയൂർ കോടതിയിൽ 8 വർഷം ഇരിക്കുമ്പോൾ പ്രതികളാണ് അവിടെ ആവശ്യപ്പെടുന്നത്. ഞാൻ ഈ കോടതിയിലെ പ്രാക്ടീസിൽ ലോയറാണ്, അപ്പോൾ മറ്റേ പറയുന്നു ഞാൻ ഈ കോടതിയിലെ സ്റ്റാഫാണ്. അതുകൊണ്ട് അവരൊരുമിച്ച് പറയുന്നു ഞങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്കുമ്പോൾ ഈ കേസ് ഇവിടെ ഈ കോടതിയിൽ ട്രയൽ നടത്തിയാൽ നന്നാവില്ല, ഇവിടെ നിന്ന് മാറ്റണമെന്ന്. സാധാരണ പ്രോസിക്യൂഷനും പോലീസും ഒക്കെ ഉന്നയിക്കുന്ന പോയിന്റ് അവരുന്നയിക്കുന്നു, അടുത്ത കോടതിയിലേക്ക് വിടുന്നു, അവിടെ 8 വർഷം ഇരിക്കുന്നു. ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, നമുക്ക് ഇടപെടാൻ അവസരം ഉണ്ടായിരുന്നില്ലെങ്കിൽ ചിലപ്പോൾ അടുത്തത് നെയ്യാറ്റിൻകര കോടതിയിലേക്ക് ഇങ്ങനെ പോകുമായിരുന്നു. അതെ അതെ അതെ. അല്ല, അതൊന്നും സംഭവിച്ചുകൂടായില്ല. ഈ കേസ് ത്രൂ ഔട്ട് എനിക്ക് തോന്നുന്നു സത്യം മാത്രം നയിച്ച ഇതിനെ ഒരു ഗാർഡിയൻ ഏഞ്ചൽ പോലെ ഈ കേസിനെ കൊണ്ടുപോയി ഇവിടെ എത്തിച്ചു. ഗാർഡിയൻ ഏഞ്ചലിന് പോലും എത്ര പ്രായമായിട്ടുണ്ടാകും? അതെ 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 അതെ, സത്യമാണ്. ഇതിലെ സാക്ഷികളെല്ലാം റിട്ടയർ ചെയ്ത് ചിലർ മരിച്ചു പോകുകയും. അതെ അതെ, ഒരുപാട് പേര് മരിച്ചു പോവുകയും ഇത് ചെയ്തു. പലരുടെയും മെമ്മറിയിൽ നിന്ന് ഇത് പോയി. പക്ഷേ എൻ്റെ മെമ്മറിയിൽ നിന്ന് ഒരിക്കലും ഇത് പോയില്ല. കാര്യം എൻ്റെ ഒഫീഷ്യൽ കരിയറിനെ തന്നെ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്ത, ഏറ്റവും എനിക്ക് ആയിരുന്ന ഒരു കേസാണ്. അതുകൊണ്ട് ഇതിൽ ഒരു സംഭവവും എനിക്ക് ഒരു കാലത്തും എപ്പോൾ വിളിച്ചു ചോദിച്ചാലും എനിക്ക് പറയത്തക്ക രീതിയിൽ അതുതന്നെയാണ് ഇതിൻ്റെ മറ്റൊരു വിജയം. ട്രയൽ സ്റ്റേജിൽ പോലും എനിക്ക് പലപ്പോഴും ഞാനിതിൻ്റെ കേസ് ഫയൽ നോക്കിയല്ല മൊഴി കൊടുത്തത്. ഇത് അനിൽ കണ്ടു കാണും. എല്ലാം ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്നാണ് മൊഴി കൊടുത്തത്. കാര്യം ഞാൻ ഈ കേസ് ഇപ്പോൾ ഇതിലെ വാദിയോ പ്രതിയോ അല്ല, ഞാൻ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറല്ല. അപ്പോൾ എനിക്കിതിൻ്റെ കേസ് ഫയലൊന്നും നോക്കാൻ പറ്റില്ല. ഈ 2.5 ദിവസവും ഞാൻ മൊഴി കൊടുത്തത് മൊത്തം. പക്ഷേ ഈ ഓർമ്മയിൽ ഇത് എന്നും നിൽക്കും. കാര്യം നമുക്ക് ഒന്നുകിൽ വളരെ സന്തോഷം നൽകുന്ന ഒരു അനുഭവമോ അല്ലെങ്കിൽ നമുക്ക് അത്യധികം വേദന നൽകുന്ന അനുഭവങ്ങളും നമ്മുടെ മനസ്സ് വിട്ടു പോകില്ല. ആ ട്രയലിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. പ്രതിഭാഗത്തിന്റെ ഒരു പ്രകോപനത്തിന് നിന്നു കൊടുക്കാതെ സാർ ആ കൂട്ടിൽ നിന്ന് മറുപടികൾ പറഞ്ഞതൊക്കെ കോടതിയെ അഡ്രസ് കോടതിയുടെ മുഖത്ത് നോക്കുകയാണ്. അതല്ലാതെ പ്രതിഭാഗത്തിന്റെ മുഖത്ത് നോക്കി ആ പ്രകോപനത്തിൽ വീഴാതിരിക്കാൻ പൂർണ്ണമായിട്ട് ശ്രമിച്ചു. അതുപോലെ ഈ ചില മിസ്ലീഡിംഗ് ആയ ചില ചോദ്യങ്ങൾ വരുമ്പോഴൊക്കെ അതിനെയൊക്കെ വളരെ ഭംഗിയായി കൗണ്ടർ ചെയ്ത് പോകുന്നൊക്കെ ഞാൻ വളരെ പ്രത്യേകം ശ്രദ്ധിച്ചു. സാധാരണ അങ്ങനെ അല്ല, അത് അനിൽ, അത് ഞങ്ങളുടെ ഒരു പ്രൊഫഷണൽ പരിചയമാണ്. നമ്മൾ അത്തരം കാര്യം നമ്മളെ പ്രൊവോക്ക് ചെയ്യുക എന്നുള്ളത് അവരുടെ ജോലിയാണ്. പ്രത്യേകിച്ചും ശ്രീ ശാസ്ത്രമംഗലം അജിത്തിനെ പോലെയുള്ള പ്രഗത്ഭനായ, എനിക്ക് തോന്നുന്നു ഈ കാലത്ത് ഇപ്പോൾ ട്രിവാൻഡ്രത്തോ അല്ലെ കേരളത്തിലോ ഉള്ളതിൽ ഏറ്റവും പ്രഗത്ഭനായ ഒരു ഏറ്റവും നല്ല. ഇപ്പോൾ എനിക്കൊരാവശ്യം വന്നാൽ പോലും ഞാൻ ചിലപ്പോൾ അജിത്തിനെ വിളിച്ചെന്ന് വരും. അത് വേറൊരു കാര്യം. എൻ്റെ കണ്ടംപററി ഇതിലുള്ള ഏറ്റവും നല്ലൊരു അഡ്വക്കേറ്റാണ് അദ്ദേഹം. എനിക്ക് പ്രൊഫഷണലി അദ്ദേഹത്തെ വലിയ ബഹുമാനമാണ്, സ്നേഹബഹുമാനമുള്ള ആളാണ്. പക്ഷേ അങ്ങനെ അപ്പോൾ അവരെല്ലാ തരത്തിലും നമ്മളെ പ്രൊവോക്ക് ചെയ്യാനും മറ്റ് ഇതിനും എല്ലാം നോക്കും. പക്ഷേ അദ്ദേഹം, ഞാൻ ഇതൊക്കെ ആണെങ്കിലും പറയുന്നു, അദ്ദേഹം വളരെ ഡീസൻ്റ് ആയിരുന്നു. ഒരു മര്യാദ വിട്ട് അദ്ദേഹം ഒരു ചോദ്യം പോലും, ഒരുപാട് ചോദ്യം ചോദിച്ചു, ഒത്തിരി ചോദ്യം, അതിലൊക്കെ എനിക്ക് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. ചോദ്യം ചോദിച്ചു. അതൊരു പ്രധാന ചോദ്യം ഞാൻ ശ്രദ്ധിച്ചത്, ഈ ഹൈക്കോടതിയിൽ നിന്ന് പ്രതിയെ വിട്ടയച്ച ശേഷം താങ്കൾ ഹൈക്കോടതി വിജിലൻസിൽ പരാതിയുമായിട്ട് പോകുന്നത് താങ്കൾ ഇതിനകത്ത് മാനിപ്പുലേഷൻ പുറത്തു വരികയോ പിടിക്കപ്പെടുകയോ ചെയ്യാതിരിക്കാൻ വേണ്ടി മുൻകൂറായി ചെയ്തതല്ലേ എന്നൊരു ചോദ്യം. കറക്റ്റാണ്, അതൊരു ചോദ്യം. പക്ഷേ അതിൽ എൻ്റെ മറുപടി താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അനിൽ, ഞാൻ കൊടുത്ത മറുപടി എന്തായിരുന്നു? ഞാൻ പറഞ്ഞു, എന്നെ വാദിയോ പ്രതിയോ എന്തായിട്ടെങ്കിലും ഒരു അന്വേഷണം വരണമെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ. ഒരന്വേഷണവും വരുന്നില്ല എന്ന് കണ്ടതുകൊണ്ടാണ് ഞാൻ ഹൈക്കോടതി വിജിലൻസിനെ സമീപിച്ചത്. അതിന് ഞാൻ അധികം സമയമൊന്നും എടുത്തില്ല.
പെട്ടെന്ന് തന്നെ എത്രയും വേഗം ഇതിൽ അന്വേഷണം വരണം, അന്വേഷണം നടക്കണമെന്നുള്ളതായിരുന്നു എൻ്റെ ആവശ്യം. അത് ഞാൻ കോടതിയെ വളരെ ക്ലിയറായിട്ട് ബോധ്യപ്പെടുത്തി. അതുകൊണ്ട് തന്നെയാണ് അത് അത്തരം കാര്യങ്ങളിൽ അത്തരം ചോദ്യങ്ങൾ അത് വളരെ നമ്മളെ ഉലയ്ക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുകയാണ് അവരുടെ കർത്തവ്യം. അതവർ ഭംഗിയായിട്ട് ചെയ്തു. പക്ഷേ അതിന് നല്ല മറുപടികൾ കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു. ടി.പി. സെൻകുമാർ സാർ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഈ കേസ് നിയമ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ഒരു കേസ് സ്റ്റഡി ആയിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്, കൊണ്ടുവരേണ്ടതാണ് അല്ലേ? തീർച്ചയായിട്ടും ഇതിന്റെ കേസ് സ്റ്റഡി ആയിട്ട് നിയമ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പോലും, അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക്, അതെ ഈ വരും തലമുറയിൽ വരുന്ന പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് പോലും ഇതായിരിക്കണം. അന്വേഷണ ഉദ്യോഗസ്ഥർ മാത്രമല്ല, ഈവൻ പോലീസിലെ സീനിയർ ഓഫീസേഴ്സിന് പോലും ഇത് ഈ കേസിൽ സംഭവിച്ചതുപോലെ ഇനിയുള്ള കേസുകളിൽ സംഭവിക്കാതിരിക്കാനും, പ്രത്യേകിച്ച് സെൻകുമാർ സാർ പറഞ്ഞല്ലോ, സീനിയർ ഓഫീസേഴ്സ് പലരും ഇതിൽ അത്തരം വീഴ്ചകൾ ഒഴിവാക്കി കീഴുദ്യോഗസ്ഥരുടെ മുറയിലും കീഴുദ്യോഗസ്ഥർ ന്യായമായി അവരുടെ ഒഫീഷ്യൽ കാര്യങ്ങളിൽ ചെയ്യുന്ന പ്രവൃത്തികളിൽ ഉണ്ടാകുന്ന സംഗതികളിൽ അവർ ന്യായമായി ചെയ്യുന്ന കാര്യങ്ങളിൽ സപ്പോർട്ട് ചെയ്യാനും അത് മുന്നോട്ട് കൊണ്ടുപോകാനും മേലുദ്യോഗസ്ഥർ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്.